ചേട്ടാ, കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണൂരിലെ ഒരു കൺവെൻഷൻ പരിപാടി കാണുകയുണ്ടായത്. അതിലെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് ടി.കെ. ഗോവിന്ദനാണ്. ടി.കെ. ഗോവിന്ദൻ ഇനിയിപ്പോൾ പുതിയതായി ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പാർട്ടിയിൽ നിന്നും വിട്ടുവന്ന അല്ലെങ്കിൽ വിമതനെന്ന് നമുക്ക് വിളിക്കേണ്ടി വരും കണ്ണൂരിലെ ഒരു പാർട്ടി ഗ്രാമത്തിലെ തന്നെ നേതാവാണ്. അദ്ദേഹത്തിന്റെ കൺവെൻഷനിൽ ഒരു പ്രധാന കാഴ്ചയുണ്ടായിരുന്നു. സഖാവിന്റെ എൻ്റെ മാഷിനെ ഒറ്റപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വേദിയിലേക്ക് എത്തിയത്. ടി.കെ. ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള കെ.പി. രമണിയുടെ വാക്കുകളായിരുന്നു ഇത്. മറ്റുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ വിമതരുടെയൊക്കെ മറ്റു പ്രസംഗങ്ങളെക്കാട്ടിലും ഇതിന് ഒരു വാളിന് മൂർച്ച കൂടുതലായി പോയി. കെ.പി. രമണി സഖാവിന്റെ, അതൊരു സഖാവ് തന്നെയാണ്, സഖാവിന്റെ ആ ഒരു വാക്കുകൾ അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. തീർച്ചയായിട്ടും വളരെ നമുക്കൊരു സ്പർശനം, നമുക്ക് വളരെ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് ചേട്ടത്തി സംസാരിക്കുമ്പോൾ. ഞാൻ അങ്ങനെ പറയുള്ളൂ. രമണി എന്ന് പറയുന്നത് ആ ചേച്ചി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിക്കും അങ്ങനെ തോന്നുന്നത്. അവർ പറയുന്നത് എൻ്റെ മാഷിനെ എനിക്കറിയാം. അതായത് ഗോവിന്ദ മാഷ് പോയത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ടി.കെ. ഗോവിന്ദൻ എന്ന് പറയുന്ന ആ സഖാവ് അവരുടെ പാർട്ടിയിൽ 50 കൊല്ലം വരെ നിന്ന ഒരാളാണ്. ഈ പറയുന്ന സുധാകരനെ പോലെ പാർട്ടിയിൽ എല്ലാ പീഡനവും കൊണ്ട് നിന്ന ഒരാളാണ്. ഇത്തവണ തളിപ്പറമ്പിൽ നമ്മുടെ അവരുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് മത്സരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ആർക്കൊക്കെ മത്സരിക്കാൻ? ഇത് ജനറൽ സീറ്റാണ്, സ്ത്രീ സംവരണ സീറ്റൊന്നും അല്ലല്ലോ. ഈ ജനറൽ സീറ്റിലേക്ക് ആ പാർട്ടിയുടെ ഒരു രീതി അനുസരിച്ച് ഒരു പാനൽ ഉണ്ടാക്കുന്നു. ആ പാനലിൽ ഒരു 3 പേര് വരുന്നു. അതിൽ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ ശ്യാമളയ്ക്കൊപ്പം തന്നെ നമ്മൾ സുകന്യ എന്ന് പറയുന്ന ഒരു പഴയകാല SFI നേതാവുണ്ട്. എനിക്കറിയാം, ഞാൻ എൻ്റെ സ്കൂൾ പഠനകാലത്ത് കേട്ടിട്ടുള്ളതാണ്. ജെയിംസ് മാത്യുവിന്റെ ഭാര്യ. ജെയിംസ് മാത്യു അവിടുത്തെ MLA ആയിരുന്ന ആളാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആ പാനലില് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി എടുക്കുന്ന തീരുമാനത്തിൽ 3 പേരുകൾ അത് സംസ്ഥാന കമ്മിറ്റിക്ക് അംഗീകാരത്തിന് വിടുമ്പോൾ സുകന്യയുടെ പേര് വെട്ടി ഒറ്റ പേരായിട്ട് അയക്കുന്നത് ആരാണ്? ഈ ഗോവിന്ദൻ മാഷാണ്, MV ഗോവിന്ദനാണ് അയക്കുന്നത്. ഇതെല്ലാം ഈ പാർട്ടി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ് ഈ ടി.കെ. ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി അംഗം. അപ്പോൾ ഇങ്ങനെ നീറി ഒരു രക്ഷയുമില്ലാതെ ഈ പാർട്ടിയിൽ നിൽക്കുന്ന നിരവധി പേരുടെ ഒരു മുഖമായി കണ്ണൂരിൽ നിന്ന് തന്നെ ടി.കെ. ഗോവിന്ദൻ പാർട്ടി വിട്ട് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിനോടൊപ്പം തന്നെ പാർട്ടിയിൽ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ രമണി എന്ന് പറയുന്ന ചേച്ചി. ആ ഏടത്തി അവിടെ പാർട്ടിയിലെ അംഗമാണ്. അപ്പൊ അവർ പറയുന്നത്, അതുപോലെ മലപ്പട്ടം ജില്ലാ പഞ്ചായത്തിൽ അവരുണ്ടായിരുന്നു. ഹൃദയവേദനയോടെ ഒരുപാട് പേർ ഇത്തരത്തിൽ ഈ പാർട്ടിയിൽ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. ഈ പാർട്ടിയോട് കൂടുതലുള്ളവര് ഹൃദയവേദനയോടെ ഈ പാർട്ടിയോട് വിട ചൊല്ലാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഗോവിന്ദൻ മാഷ്ക്ക് ഇവർ ആരും കാണാതെ രഹസ്യമായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യും, ഉറപ്പാണ്. ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് ഈ MV ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി സീറ്റ് വെച്ച് നീട്ടുമ്പോൾ പാർട്ടി എത്ര കണ്ട് സ്വാർത്ഥ തൽപരരുടെ ആളാകുന്നു. ഒരു കൂട്ടം സ്വാർത്ഥ തൽപരരുടെ, എനിക്ക് അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക്. തളിപ്പറമ്പ് എന്ന് പറയുന്ന അവരുടെ കുത്തകയായിരിക്കാം. ഇന്നലെ സുധാകരൻ പറഞ്ഞ പോലെ, സുധാകരൻ പറഞ്ഞ പോലെ എണ്ണി തിട്ടപ്പെടുത്തി കൃത്യമായിട്ട് കിട്ടുന്ന ഒരു 5-10 സീറ്റ്, അല്ലെങ്കിൽ പോട്ടെ 5 സീറ്റെങ്കിലും അവർക്ക് അവിടെ ഉണ്ടല്ലോ. അതിന്റെ ഒരു അഹങ്കാരമല്ലേ? ആ അഹങ്കാരത്തിലല്ലേ ഞാൻ അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്ന് പറയുന്നത്. സുകന്യക്ക് എന്താ കുറവെന്ന് ചോദിച്ചോളൂ. അതിന് ഇദ്ദേഹത്തിന്റെ മേൽ ചാർത്തിയിരിക്കുന്ന ഇദ്ദേഹം സ്വാർത്ഥനാണ്, അദ്ദേഹത്തിന് മത്സരിക്കണം. അല്ല, ഇതിനൊരു ഉത്തരം നമ്മുടെ കെ.പി. രമണി സഖാവ് തന്നെ നൽകിയിട്ടുണ്ട്. ഞാൻ തിന്നുന്നത് പാർട്ടിയുടെ ചോറല്ല, എന്റെ കൊള്ളേന്റെ അടുത്ത് കൊള്ളുമെന്ന് തന്നെയാണ്. പാർട്ടിയാണ് അല്ലെങ്കിൽ ലോകമെന്ന് കാണുന്നവർക്ക് പാർട്ടിയുടെ അടിമകളായിരിക്കാൻ പറ്റില്ല. പ്രതിസ്ഥാനത്ത് പാർട്ടി ആണെങ്കിൽ പോലും നമുക്ക് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്ന ഒരു ചെറിയ കാര്യം വ്യക്തമായിട്ട് നിർവചിക്കണം. ഞാൻ കഴിക്കുന്നത് പാർട്ടി ചോറല്ല എന്ന് പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ തന്നെ പല സുഹൃത്തുക്കൾ ഈ പാർട്ടിയോട് അമിതമായ സ്നേഹം കാണിക്കുന്നവരുണ്ട്. എന്തെന്നറിയോ? അവർക്ക് അവരുടെ ചില ആവശ്യങ്ങൾ പാർട്ടിയെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ കടപ്പാടാണ്, കമ്മിറ്റ്മെന്റ് ആണ് ഈ പാർട്ടിയോട്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞാൻ തിന്നുന്നത് പാർട്ടിയുടെ ചോറല്ല, പാർട്ടി ഉണ്ടാക്കി തന്ന ജോലിയോ അല്ലെങ്കിൽ പാർട്ടി എനിക്ക് തന്ന സ്ഥാനമാനങ്ങളോ അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിലല്ല ഞാൻ ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ചോദ്യം ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ശക്തമായിട്ടുള്ള ഒരു നട്ടല് കൂടി ആവശ്യമുണ്ട്. വാഴപ്പിണ്ടി വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാൻ. ഞാൻ അധ്വാനിക്കുന്ന എന്റെ സ്വന്തം അധ്വാനിക്കുന്ന വർഗത്തിന് ഉറപ്പായും എതിർവശത്ത് തെറ്റ് ചെയ്യുന്നത് പാർട്ടിയാണെങ്കിൽ പോലും ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു അവകാശം, ആ ഒരു സ്വാതന്ത്ര്യം ആ പാർട്ടിക്കകത്ത് ഉള്ളപ്പോഴാണ് നമുക്കതിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അല്ലാതെ എന്റെ മുകളിൽ ഒരു ഏകാധിപത്യം ഇരുന്നുകൊണ്ട് എനിക്ക് നിർദ്ദേശങ്ങൾ തള്ളുന്ന, ഞാനൊരു മെഷീൻ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് അതിനുശേഷം പാർട്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ടിയുടെ ആശയങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആശയങ്ങളായി തന്നെ നിലനിർത്താനും അത് ചെയ്യാനും സാധിക്കുമ്പോഴാണ് ഒരു സ്വതന്ത്രമായി നമുക്ക് ആ ഒരു അത്രയും ഒരു ഫീൽ ഉണ്ടാവുന്നത്.
അതിന്റെ അപ്പുറത്തേക്കും ഇപ്പോ ഇവരെ ഇപ്പൊ എന്താണ് ഈ പാർട്ടി വിളിക്കാൻ പോകുന്നത്? വർഗവഞ്ചകി എന്നോ, അല്ലെങ്കിൽ ഇത്രയധികം വഞ്ചിക്കൽ എന്തിനാണ് ചെയ്യുന്നത്, ഇത്തരത്തിലാണോ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? KP രമണിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായി തന്നെ എടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അവര് വന്നിട്ടുള്ളത് മറ്റൊരു ഇനിയിപ്പോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ഒരു നേതാവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത്രയധികം വർഷം കൂടെ ജീവിച്ച തന്റെ മാഷിനെ, തന്റെ ഭർത്താവിനെ ഏറ്റവും അടുത്തറിയാവുന്നത് ഭാര്യയ്ക്ക് തന്നെയായിരിക്കാം. ആ ഭാര്യയുടെ ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ആ ശബ്ദം ഇടറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കണ്ണൂരിലെ സഖാക്കൾ നിങ്ങൾ ചോദ്യം അല്ലെങ്കിൽ ആ ഒരു വേദനയ്ക്ക് ഉത്തരം നൽകേണ്ടതായിട്ട് വരും. അത് മടുത്തിറങ്ങിപ്പോയിട്ടുള്ള ഒരു സഖാവിന്റെ പത്നിയുടെ വേദനയാണ്. അപ്പോ ആ ഒരു സഖാവ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്ന് അറിയുന്നതും ആ ഒരു പത്നിക്ക് തന്നെയായിരിക്കും. കണ്ണൂരിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടേതായി ജീവൻ നഷ്ടപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട്. നിങ്ങൾ വടിവാളുമായി കൊടുത്തുവിടുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് സാധിക്കില്ല. ഇത്തരം അക്രമ രാഷ്ട്രീയം പിന്തുടർന്ന് കൊണ്ടുപോകുന്നതിനോട് ഒരു ജനതയ്ക്കും താല്പര്യമുള്ള ഒരു വിഷയമാവുന്നില്ല. നിങ്ങൾ അടിപിടി കൂടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആക്രോശിക്കുന്ന നിലപാടുകൾ ഇതൊന്നും ഞങ്ങളിൽ കോരിത്തരിപ്പിക്കുന്നില്ല സാർ. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? സൗഹൃദങ്ങളെ പോലും ശത്രുക്കളായി കാണുന്ന നിങ്ങളുടെ അക്രമ രാഷ്ട്രീയത്തെ ഈ അടുത്ത തലമുറയെങ്കിലും ഒരു രക്തം പുരളാത്ത ഒരു തലമുറ ഉണ്ടാവണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ വീണ്ടും ഈ ഏകാധിപത്യ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ട്? പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ ചരിത്രം അങ്ങനെയായിരുന്നെങ്കിൽ ചരിത്രം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ചരിത്രം ഇങ്ങനെയൊന്നുമല്ല. ചരിത്രത്തിൽ കുറച്ച് ഭാഗത്തൊക്കെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അല്ല, സമര പോരാട്ടങ്ങളെ ആണെങ്കിലും എതിർത്ത് മുന്നിൽ നിന്ന് ചോര മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആണല്ലോ പാർട്ടി ഇത്ര ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ചോര കണ്ടതുകൊണ്ട് ഇനിയും ഞാൻ ചോരകൾ വീഴ്ത്തും. എന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ ആളെയും ഞാൻ വെട്ടി വീഴ്ത്തിക്കൊണ്ടേ ഞാൻ ഈ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്? ഈ പിറന്നു വീഴുന്ന തലമുറകൾ പോലും ഇപ്പോ നിങ്ങളുടെ അതെങ്ങനെയാണ് ഈ പിറക്കുന്ന ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളിലേക്ക് എത്തപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലുന്ന പലരും ഇവരുടെ അച്ഛനാകാം, അമ്മയായിരിക്കാം, അല്ലെങ്കിൽ അമ്മാവനായിരിക്കാം. ഇവരുടെ ചെറുപ്പകാലം തൊട്ട് ഇവർ കേട്ട് വളരുന്നത് ഇതേ കഥകൾ തന്നെ ആയിരിക്കില്ലേ? ഇനി അടുത്ത തലമുറയെങ്കിലും ഈ കഥകൾ കേൾക്കാതിരിക്കട്ടെ എന്നാണ് നമ്മൾക്ക് ആലോചിക്കാനുള്ളത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചെറുപ്പക്കാരും തന്നെ ഇവിടെ നാട്ടിലില്ലല്ലോ. ഇവിടുത്തെ ഇന്നത്തെ ഏത് ചെറുപ്പക്കാർക്കാണ് രാഷ്ട്രീയത്തോട് താല്പര്യമുള്ളത്? ഈ പറയുന്ന അവരുടെ നേതാവായി നിൽക്കുന്ന അദ്ദേഹത്തിന് നെഗറ്റീവിസം, അതായത് നമ്മൾ സമൂഹം നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യങ്ങളിലാണ് അവർ വിപ്ലവത്തിലൂടെ ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് സാർ അത് തെറ്റാണ്, ആ ആള് തെറ്റ് കാണിക്കുന്ന ആളാണെന്ന് പറയുമ്പോൾ ആ തെറ്റ് കാണിക്കുന്ന ആളെന്നുമല്ല, അവിടെയാണ് അവർ വിപ്ലവം കാണുന്നത്. ഇവിടെ TK ഗോവിന്ദൻ, നമ്മൾ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും വരുമ്പോൾ TK ഗോവിന്ദന്റെ ഒരു റോഡ് ഷോയിലാണ് അദ്ദേഹം വേദിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചേട്ടത്തി അവിടേക്ക് കയറി ചെല്ലുന്നത്. അവർ പാർട്ടി അംഗമാണ്, അവര് ഏരിയ കമ്മിറ്റി അംഗമാണ്. അവർ പറയുന്നുണ്ട്, ഞാൻ ഈ പാർട്ടിയുടെ ചോറ് കൊണ്ടല്ല ജീവിക്കുന്നത്, എൻ്റെ മാഷിനെ എനിക്കറിയാം, ഞങ്ങൾ വീട്ടിൽ രാഷ്ട്രീയം പറയാറില്ല. എൻ്റെ മാഷ് ഇത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ മാഷിനെ അനുകൂലിക്കുന്നവർ വളരെ രഹസ്യമായിട്ട് തന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ പലരും ഉണ്ട്, മാഷിന് ഒരുപാട് സപ്പോർട്ട് രഹസ്യമായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. ഇതിന് നമ്മൾ പറയേണ്ടത് ഇവർക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇവരുടെ പാർട്ടിക്ക് കണ്ണൂർ ഇവരെ ആരും ഇനി എത്ര അടിച്ചമർത്തിയിരുന്നാലും ഇവരെ ആരും ചോദ്യം ചെയ്യാനില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനകത്ത് എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ എന്നോട് എൻ്റെ പല സുഹൃത്തുക്കളും സംസാരിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, ഈ പാർട്ടിയുടെ ചരിത്രത്തോളം, ഈ പാർട്ടിയുടെ ചരിത്രം എന്നുണ്ടായോ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ പറയുമ്പോൾ ഈ പാർട്ടി കൂടെ നിന്നവരെ കുത്തി നോവിച്ചിട്ടേ ഉള്ളൂ. ഏറ്റവും ആത്മാർത്ഥതയോടെ ഈ പാർട്ടിക്കൊപ്പം നിന്നവരെ വേദനിപ്പിച്ച ചരിത്രമാണ് ഈ പാർട്ടിക്കുള്ളത്. അത് ഇതിൻ്റെ ഒരു രീതിയാണ്. ഈ ജനറ്റിക് എന്ന് പറയുമല്ലോ, ഒരാളുടെ ജന്മം അല്ലെങ്കിൽ ഒരാൾക്ക് ജനറ്റിക്കായിട്ട് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടാവും ഒരു മനുഷ്യന്. അതുപോലെ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ജനറ്റിക്കായിട്ട് കിട്ടിയ ഒരു സാധനമുണ്ട്. ആര് അവരോട് ചേർന്ന് നിൽക്കുന്നു അവരെ കുത്തി നോവിക്കുക. ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന മുഖങ്ങളെ, ആ രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന മുഖങ്ങളെ അവർ തിരിച്ചറിയില്ല. അവരെ കുത്തി നോവിക്കുക, ആ വേദനയിൽ അവർ സംതൃപ്തരാവുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ ചരിത്രത്തിലുള്ള കാര്യം. എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നവർക്ക് വ്യക്തിപരമായി ഈ പാർട്ടിയിൽ തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ ചിന്തിച്ചു പോയതിൽ അവരുടെ ചിന്താധാരയിൽ അവർ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ പാർട്ടിയോട് ഒരു അനുകമ്പ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരെല്ലാം തന്നെ ഈ പാർട്ടിക്ക് കൂടെ നിന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന രീതിയിൽ TK ഗോവിന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഈ പാർട്ടിയിൽ ഒരു പ്രതീകമാണിപ്പോൾ. എത്ര കണ്ട് ഈ പാർട്ടി ഇങ്ങനെ ആയിത്തീർന്നു, മനുഷ്യത്വമില്ലാത്ത പാർട്ടി, പാർട്ടിയിലെ നല്ല അണികളെ ചേർത്ത് നിർത്താത്ത പാർട്ടി, അങ്ങനെ നിരവധി വിഷയങ്ങളുടെ ഒരു കൂട്ടം പേരുടെ ഈ അസ്വസ്ഥരായിട്ട് നിൽക്കുന്നവരുടെ ഒരു പ്രതീകമാണ് ഈ TK ഗോവിന്ദൻ. അത് നമുക്ക് ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയത് ആ ടീച്ചറുടെ വാക്കുകളാണ്.
തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവിനെ എനിക്കറിയാം, ഞങ്ങൾ വീട്ടിൽ രാഷ്ട്രീയം സംസാരിക്കാറില്ല എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം അവിടുത്തെ നേതാക്കൾ കാണട്ടെ. ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ ഇനി അടുത്ത ഈ ചേട്ടത്തിക്ക് എന്ത് വിവക്ഷയാണ് ഇവർ ചാർത്തി കൊടുക്കാൻ പോകുന്നത് നമുക്കറിയില്ല. എന്താണ് ഇവരുടെ മേൽ ഇനി ചാർത്താൻ പോകുന്നത്? എന്ത് ചാർത്തി കൊടുത്താലും ജനങ്ങൾക്കറിയാം അല്ലെ, ഇവരെന്താണ് ചാർത്താൻ പോകുന്നത്. അല്ലെങ്കിൽ ചാർത്തിയാലും ഒരു ചുക്കുമില്ല, സത്യം ഇതാണ് എന്ന് ജനങ്ങൾക്കറിയാം.